ഹായ് ഹലോ. അപ്പം ഈ അടുത്ത കാലത്തായിട്ട് പി എസ് സി എക്സാമുകൾ, പ്രത്യേകിച്ച് മെയിൻസ്, ഡിഗ്രി മെയിൻസ് എക്സാമുകളൊക്കെ നോക്കിയിട്ടുള്ളവർക്കറിയാം, ഹിസ്റ്ററി അടക്കം ഭയങ്കര കട്ടിയായിട്ടാണ് വരുന്നത്. ഇപ്പൊ കഴിഞ്ഞ കാലത്ത് നടന്നിട്ടുള്ള LSTS എക്സാം, അത് ഗസറ്റഡ് പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ചതിലധികം കട്ടിയായിട്ടാണ് നമ്മുടെ ഹിസ്റ്ററി ചോദ്യങ്ങൾ വന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്പം ഡീപ്പായിട്ട് പഠിച്ചാൽ മാത്രമേ ഇനി കാര്യമുള്ളൂ എന്നതാണ്. PSC ക്ക് വേണ്ടി മാത്രമല്ല, UPSC ക്ക് തയ്യാറെടുക്കുന്നവർക്കും SSC ക്ക് തയ്യാറെടുക്കുന്നവർക്കും എല്ലാം ഉപകാരപ്രദമാകുന്ന ഒരു പുസ്തകമാണ് സ്പെക്ട്രം. അപ്പോൾ സ്പെക്ട്രം ബേസ് ചെയ്തുകൊണ്ടുള്ള മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി ക്ലാസ്സുകളാണ് നമ്മൾ ഈ ഒരു സീരീസിൽ കൂടെ എടുക്കുന്നത്. ഒത്തിരി നീണ്ട സീരീസ് ആയിരിക്കും, കാരണം വലിയ പുസ്തകമാണ്. നമ്മൾ അതിൽ ഒരുപാട് ഫാക്ടുകളൊക്കെ പഠിച്ചാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ക്ലാസ്സിന് ശേഷമായിട്ട് ഞാൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാനും ശ്രമിക്കാം. അപ്പോൾ ക്ലാസ് ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ PDF നിങ്ങളുടെ കയ്യിൽ തരും. എൻ്റെ ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ ഇട്ടേക്കാം കമൻറ്റിലായിട്ട്. അപ്പോൾ എന്നിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ ടെലഗ്രാം ചാനലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ PDF കിട്ടുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പം യൂണിറ്റ് ഫസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അത്ര ആവശ്യമുള്ളതല്ല, അതായത് ഹിസ്റ്റോറിക്കൽ സോഴ്സസിനെ പറ്റിയിട്ടുള്ളതാണ്. അത് ഈ UPSC മെയിൻസ് ഒക്കെ എഴുതുന്നവർക്കൊക്കെ ആവശ്യം വന്നേക്കാം. നമ്മളെ സംബന്ധിച്ച് അവിടെ നിന്നൊന്നും ക്വസ്റ്റ്യൻസ് വരാറില്ല. അപ്പൊ അതുകൊണ്ട് ആ ചാപ്റ്റർ ഞാൻ സ്കിപ്പ് ചെയ്യാണ്. സെക്കൻഡ് ചാപ്റ്റർ, അഡ്വന്റ് ഓഫ് യൂറോപ്യൻസ് ആൻഡ് കൺസോളിഡേഷൻ ഓഫ് ബ്രിട്ടീഷ് പവർ ഇൻ ഇന്ത്യ എന്നുള്ള ഭാഗമാണ് യൂണിറ്റ് സെക്കൻഡ്. അതിൽ തന്നെ പോർച്ചുഗീസുകാരുടെ വരവും അവരെ പറ്റിയിട്ടുള്ള കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് തന്നെ ഒരു 53 സ്ലൈഡ്സോളം ഉണ്ട്, കുറച്ച് വലിയ പാർട്ടാണ്. ഇത് കഴിഞ്ഞ് ഡച്ചും ഫ്രഞ്ചും ബ്രിട്ടീഷും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അപ്പൊ കൂടെ നിൽക്കുക, നമുക്ക് അടിപൊളിയായിട്ട് പഠിച്ചു കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഒരുപാട് കേട്ടിട്ടുള്ളതാണ്, വാസ്കോ ഡ ഗാമ എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി വന്നിട്ട് കാപ്പാട് കപ്പലിറങ്ങി, അത് ഇന്ത്യയിൽ കടൽ വഴി വന്നിട്ടുള്ള യൂറോപ്യൻ മർച്ചന്റ് ആണ്. അതിനുശേഷമാണ് പിന്നെ ബാക്കി എല്ലാവരും വരുന്നത്. ഏറ്റവും ആദ്യം വന്നതും പിന്നെ ഏറ്റവും അവസാനം പോയതും ഈ പറഞ്ഞ പോർച്ചുഗീസുകാരാണ്. അപ്പോൾ മോഡേൺ ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാണ് തുടക്കം? നമ്മളിപ്പോൾ പഠിക്കില്ലേ, ആൻഷ്യന്റ് ഇന്ത്യ എന്ന് പറയും. ഭയങ്കര ആദിമമായിട്ടുള്ള ഇന്ത്യ, എന്തെന്ന് വേദകാലഘട്ടം കാര്യങ്ങളൊക്കെ നമ്മൾ പഠിക്കും അല്ലെ. അതുപോലെ തന്നെ മെഡീവിയൽ ഇന്ത്യ പഠിക്കും, നമ്മളുടെ മുഗൾ സാമ്രാജ്യവും ഡൽഹി സുൽത്താനറ്റും ഒക്കെ കാര്യങ്ങൾ. അത് കഴിഞ്ഞിട്ടാണ് മോഡേൺ ഇന്ത്യ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വരും, എവിടെ നിന്നാണ് മോഡേൺ ഇന്ത്യ തുടങ്ങുന്നതെന്ന്. അത് രണ്ട് തരത്തിൽ ഹിസ്റ്റോറിയൻസ് അഭിപ്രായപ്പെടാറുണ്ട്. ഒന്ന് എന്താണ്, ഔറംഗസേബിന്റെ മരണശേഷം പിന്നീട് വന്നിട്ടുള്ള ലേറ്റർ മുഗൾസ് മുതൽ മോഡേൺ ഇന്ത്യ ആയിട്ട് കണക്കാക്കാറുണ്ട്. രണ്ട്, ഈ യൂറോപ്യൻസ് വന്നത് മുതൽ മോഡേൺ ഇന്ത്യ ആയിട്ട് കണക്കാക്കാറുണ്ട്. ഹിസ്റ്ററി ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. അപ്പോൾ ഒരു കണ്ടിന്യൂസ് ആയ പ്രോസസ്സിൽ ഒരു സ്ഥലത്ത് വെച്ച് മുറിച്ച് ഇവിടെ മുതൽ മോഡേൺ ഇന്ത്യ, ഇവിടെ മുതൽ മിഡീവൽ ഇന്ത്യ എന്നൊക്കെ പറയുന്നതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് ചില സിനാരിയോസ്, ചില ഇൻസിഡൻസ് നമ്മൾ അതിനു വേണ്ടി എടുക്കും. The history of modern India can be traced to the arrival of Europeans, which is often marked as the beginning of the modern period. അപ്പോൾ അങ്ങനെ ഒരു അപ്രോച്ച് ആണ് ഇവിടെ എടുത്തിട്ടുള്ളത്. 15th century. This period dates back to the 15th century, considered part of the medieval era of India. Okay, അപ്പം ഈ വാസ്കോ ഡ ഗാമ വന്ന് കാപ്പാട് വന്ന് കപ്പൽ ഇറങ്ങുന്ന സമയം എന്താണ്, 1498 അല്ലെ, 1498 പുള്ളി വന്ന് കപ്പൽ ഇറങ്ങുമ്പോൾ ഇവിടെ ആ സമയത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ആരാണ്? മുഗളാണ് അല്ലെ. അപ്പൊ അതിനെ medieval ആയിട്ടും കണക്കാക്കാം. പക്ഷെ നമ്മൾക്ക് എന്താ പറയാ, ഈ യൂറോപ്യൻസിന്റെ വരവ് മുതൽ പലതരത്തിലുള്ള വ്യത്യാസങ്ങൾ വന്നു തുടങ്ങി. സോ അതിനെ മോഡേൺ ഇന്ത്യയുടെ തുടക്കമായിട്ട് കണക്കാക്കുന്ന ഹിസ്റ്റോറിയൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഡിബേറ്റിലേക്ക് നമുക്ക് അധികം പോകേണ്ടതില്ല. അപ്പൊ എന്തുകൊണ്ടാണ് യൂറോപ്യൻസ് ഇവിടേക്ക് വന്നത്, എന്തിനാണ് ഇവരിപ്പോ ഇങ്ങോട്ട് വന്നത്? നമുക്ക് വേണമെങ്കിൽ ആലോചിച്ചുകൂടെ, എന്തുകൊണ്ട് ആഫ്രിക്കൻസ് വന്നില്ല? ആഫ്രിക്കൻസ് എന്ന് വെച്ചാൽ ഈജിപ്ഷ്യൻ ആളുകളൊക്കെ വന്നിരുന്നു, ഈജിപ്ഷ്യൻ മർച്ചൻസ് ഒക്കെ വന്നിരുന്നു, അല്ലെങ്കിൽ അറബ്സ് ഒക്കെ വന്നിരുന്നു. പക്ഷെ ഈ ഞാൻ പറയാം, ഇപ്പൊ മൊറോക്കോ എന്നുള്ള കൺട്രി, അല്ലെങ്കിൽ അത്തരം കൺട്രീസിൽ നിന്നും യൂറോപ്പിൽ നിന്നുള്ള ഒരു ത്വര, ഇങ്ങനെ മറ്റ് രാജ്യങ്ങൾ കണ്ടുപിടിക്കാനുള്ള ഒരു ത്വര ബാക്കിയുള്ളവർ കാണിക്കുന്നത് നമ്മളധികം കണ്ടു കാണില്ല. അല്ലെങ്കിൽ നേറ്റീവ് അമേരിക്കൻസ് അല്ലെ, നമ്മുടെ അമേരിക്കയിൽ കൊളംബസ് പോയി പ്രശ്നം ഉണ്ടാക്കണേക്ക് മുമ്പ് അവിടെ ജീവിച്ചിരുന്ന റെഡ് ഇന്ത്യൻസ് എന്ന് അറിയപ്പെടുന്ന നേറ്റീവ് അമേരിക്കൻസ്, അവർക്ക് ഒരു ത്വര ഉണ്ടായിരുന്നില്ല ഇങ്ങോട്ട് വരാനായിട്ട്.
എന്താണ് കാരണം? അതിനെ പറ്റിയിട്ടൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ട് അല്ലെ? അതുപോലെ ഇന്ത്യൻസ് എവിടെയുണ്ട്? ഇന്ത്യൻസ് എന്തുകൊണ്ട് യൂറോപ്പിൽ പോയില്ല? നമ്മൾ കുറച്ചുകൂടി വലിയ കൺട്രി അല്ലേ? ഇപ്പൊ ഒരു 2-3 ബ്രിട്ടൻ ചേർത്ത് വെച്ചാലാണ് ഇന്ത്യ ആവുക. എന്തുകൊണ്ട് ഇന്ത്യക്കാര് അങ്ങോട്ട് പോയില്ല? അതെന്തായിരിക്കും കാരണം? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി കൊണ്ടുവരിക. എന്തായിരിക്കാം കാരണം? ഫോളോയിങ് ദ ഡിക്ലൈൻ ഓഫ് റോമൻ എംപയർ, അതായത് റോമൻ എംപയർ നശിക്കുന്ന ഒരു കാലഘട്ടമുണ്ട് 7th സെഞ്ചുറിയിൽ. അപ്പൊ അതിൽ പിന്നെ പ്രബലമായിട്ട് വരുന്ന മറ്റൊരു മതമാണ് എന്ത്? റോമൻ എംപയർ പോകുന്നതിൽ പിന്നെ അറബ്സിന്റെ ഒരു മുസ്ലിം ഡോമിനേഷൻ വരുന്നുണ്ട് ഈജിപ്തിലും പേർഷ്യയിലും ഒക്കെ. ഓക്കെ, അപ്പം എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ റോമൻ എംപയർ, അതായത് റോമൻ എംപയറിന്റെ ആസ്ഥാനം നമുക്ക് ഇറ്റലി എന്ന് പറയാലോ. അപ്പം ഇറ്റലിയുടെ ഒരു ഡോമിനൻസ് ഒക്കെ കുറയുന്നു. കോൺസ്റ്റാന്റിനോപ്പിള് ഓട്ടോമൻ ടർക്സ് പിടിച്ചെടുക്കുന്നു 1453. അപ്പോ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയുമായിട്ടുള്ള കോണ്ടാക്ട് അത് നഷ്ടപ്പെടുകയാണ്. നിങ്ങൾക്ക് ഈ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ആയിട്ടാണ് കോൺസ്റ്റാന്റിനോപ്പിൾ വരുന്നത്. എനിക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പനിയുടെ ഒരു പ്രശ്നമാണ്, നിങ്ങളൊന്ന് ക്ഷമിക്കാം. അപ്പം ഈ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കുന്നതോടുകൂടി കരമാർഗം ഇവർക്ക് ഇങ്ങോട്ട് വരാനായിട്ട് സാധിക്കാതെ. അപ്പോൾ എന്ത് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പ്രൊഡക്ട്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഭയങ്കര വെൽത്തി ആയിട്ടുള്ള ആളുകൾ നല്ല ഇഷ്ടപ്പെടുന്ന സാധനങ്ങളാണ്. കാശ്മീരി സിൽക്കും കാശ്മീരി വൂളും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് എല്ലാവർക്കും. അതുപോലെ തന്നെ പ്രഷ്യസ് ആയുള്ള സ്റ്റോൺസും പല സാധനവും, സ്പൈസസ്, അതെല്ലാം ഭയങ്കര ഇഷ്ടമാണ് യൂറോപ്യൻസിന്. അപ്പോ എന്ത് സംഭവിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം തന്നെ ടർക്സിന്റെ കയ്യിലെത്തും. ടർക്സിന്റെ കയ്യിലേക്ക് കരമാർഗം എത്തി, പിന്നെ അത് ഇറ്റലിയിൽ പോയി, പിന്നെയാണ് നമ്മുടെ യൂറോപ്യൻസിന്റെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പൊ അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കരമായിട്ട് വില കൂടുതലാണ് സാധനം എത്തുന്നത്. മാത്രമല്ല ഈ മീറ്റ് ഉണ്ടല്ലോ, മീറ്റ് അവർ നല്ലോണം മീറ്റ് കൺസ്യൂം ചെയ്യുന്ന ഒരു വിഭാഗമാണ് യൂറോപ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് മീറ്റ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് പെപ്പറിന്റെ ആവശ്യം നല്ലോണം ഉണ്ട്. പെപ്പറും ഉപ്പും എല്ലാം ചേർത്ത് ഉണക്കി മീറ്റ് നല്ലോണം സൂക്ഷിക്കുന്നുണ്ട്. സോ സ്പൈസസ് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതൊന്നും ഇവിടേക്ക് കിട്ടാണ്ടായി ഈ ഓട്ടോമൻ ടർക്സ് കോൺസ്റ്റാന്റിനോപ്പിള് പിടിച്ചടക്കുന്നതോട് കൂടിയിട്ട്. അപ്പം ഇവർ കടൽ മാർഗം ഒരു സ്ഥലം കണ്ടുപിടിക്കുക എന്നുള്ളത് ഇവർക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. മാത്രമല്ല ഈ ക്രിസ്ത്യൻസും മുസ്ലിംസും തമ്മിൽ ഭയങ്കരമായിട്ടുള്ള ഒരു ഫ്യൂഡ് ഉണ്ട്. അത് നിങ്ങൾ ക്രൂസൈഡ്സ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും, കുരിശുദ്ധങ്ങൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. അപ്പം ഈ മുസ്ലിമുകളെ ആശ്രയിക്കുക എന്ന് പറയുന്നത് ഇവരെ സംബന്ധിച്ചിടത്തോളം മതപരമായിട്ടും കൂടിയുള്ള ഒരു വിഷമം ഉണ്ടാക്കുന്ന കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് എങ്ങനെയെങ്കിലും ഇന്ത്യയിലേക്കുള്ള വഴി കണ്ടുപിടിക്കുക എന്നുള്ളത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള കാര്യമായിരുന്നു. കൂടാതെ അറബ്സ് കരമാർഗം എന്തായാലും അവർ കയ്യിൽ വെച്ചിരിക്കുകയാണ് അല്ലെ. കോൺസ്റ്റാന്റിനോപ്പിൾ ഒക്കെ അവർ കൈയടക്കിയപ്പോൾ കരമാർഗം ഇന്ത്യയിലേക്ക് വരുന്നവർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. കടൽ മാർഗവും അറബ്സിന്റെ കയ്യിൽ തന്നെയാണ് ഉള്ളത്. നമുക്ക് ഈ കോഴിക്കോടിനൊക്കെ നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് അറബ്സ് അഥവാ മൂർസ് ആയിട്ടുള്ള ബന്ധത്തിന്. ഓക്കെ, അപ്പം ഈ 15th സെഞ്ചുറിയിലാണ് ഇത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ 15th സെഞ്ചുറിയിൽ വേറൊരു സംഭവം ഉണ്ടല്ലോ, റിനൈസൻസ് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെ. എന്താണ് റിനൈസൻസ് എന്ന് പറയാ? ഇപ്പോ ഞാൻ സ്കൂളിൽ പോയി പഠിച്ചു, എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഒരു കുട്ടി സ്കൂളിൽ പോയി പഠിച്ചു, അല്ലെങ്കിൽ ഒരു 5-6 കുട്ടികൾ സ്കൂളിൽ പോയി പഠിച്ചു. അപ്പൊ എല്ലാവർക്കും ഒരു ബോധം വന്നു. അതുകൊണ്ട് റിനൈസൻസ് ആവോ? ഇല്ല. റിനൈസൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ വിഭാഗം ആളുകൾക്ക് ഒരു വലിയ മെന്റൽ ലിബറേഷൻ വരുന്നതിനെയാണ് റിനൈസൻസ് എന്ന് പറയുക. അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോ ആ കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളായിപ്പോയേക്കാം. പല കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് എന്താ പറയാ, ഇപ്പോ കലയുടെ ഉയർച്ച, പിന്നെ അതുപോലെ തന്നെ സയൻസിന് ധാരാളം പലതരത്തിലുള്ള യന്ത്രങ്ങൾ കണ്ടുപിടിക്കുന്നു, ആവിയന്ത്രം കണ്ടുപിടിക്കുന്നു, ഇങ്ങനെ ഇങ്ങനെ എന്താ പറയാ ഒരുപാട് കാര്യങ്ങൾ കണ്ടുപിടിക്കുകയാണ്. കോമ്പസ് കണ്ടുപിടിക്കുകയാണ്. അപ്പൊ ഇവരെ സംബന്ധിച്ചിടത്തോളം ഷിപ്പ് ബിൽഡിങ്ങിലൊക്കെ അഡ്വാൻസ്മെന്റ് വരുന്നു. ഒരുപാട് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള അഡ്വാൻസ്മെന്റ് ഒക്കെ ഷിപ്പ് ബിൽഡിങ്ങിൽ വരുന്നു. നാവിഗേഷനിൽ കോമ്പസ് വന്നതോട് കൂടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെ അവർക്ക് ഉപയോഗിക്കണം.
നമുക്കിപ്പോ ചില നേരത്ത് ഭയങ്കര എനർജി തോന്നില്ലേ, ആ എനർജി ഒക്കെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഉപയോഗിക്കണം എന്നൊക്കെ തോന്നില്ലേ, അതുപോലെ ഒരു ജനതയ്ക്ക് മുഴുവനായിട്ടും അങ്ങനെയൊക്കെ തോന്നുവാണ്. ഓക്കെ, അപ്പൊ ഈ റിനാഷൻസ് വരുന്നതിന്റെ ഒപ്പം തന്നെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധിയും ഇവർക്ക് ഉണ്ടാവുന്നുണ്ട്. കാരണം എന്താണ്, നമ്മളുടെ ഈ നിലം ഉഴുന്ന സാധനങ്ങൾ അതിനു വേണ്ടിയിട്ട് പുതിയ തരത്തിലുള്ള കലപ്പ പോലത്തെ സാധനങ്ങളൊക്കെ കണ്ടുപിടിക്കപ്പെടുന്നുണ്ട്. ട്രാക്ടർ, പൂർണ്ണമായിട്ടും ട്രാക്ടർ അല്ല. അപ്പോൾ ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള ഗുണങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ കൾട്ടിവേറ്റഡ് ആയിട്ടുള്ള ലാൻഡ് കൂടുന്നു. അപ്പൊ എന്ത് സംഭവിക്കുക, അതുപോലെ സയന്റിഫിക് ആയിട്ടുള്ള വിളകളുടെ മാനേജ്മെന്റ് വരുന്നു. പിന്നെ അതുപോലെ സയന്റിഫിക് ആയിട്ടുള്ള മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കാണുന്ന പോലത്തെ അല്ല. ഇപ്പൊ ക്രോപ്സ് മാറ്റി മാറ്റി കൃഷി ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ നന്നായിട്ട് വിളവുണ്ടാക്കാൻ പറ്റും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പൊ മീറ്റ് സപ്ലൈ കൂടുന്നു. അപ്പൊ എന്താണ്, സ്പൈസസിന്റെ ആവശ്യം വരുന്നു. ആളുകളുടെ കയ്യിൽ കാശ് വരുന്നു. ആളുകളുടെ കയ്യിൽ കാശ് വരുമ്പോ എന്താണ്, ആളുകളുടെ കയ്യിൽ കാശ് വരുമ്പോൾ ലക്ഷൂറിയസ് ആയിട്ടുള്ള ഗുഡ്സ് വരണം, അല്ലെ? ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ നാട്ടില് നമുക്കിപ്പോ ഗൂച്ചിയോ അല്ലെങ്കിൽ ഷനേലോ അങ്ങനത്തെ വലിയ ബ്രാൻഡുകളുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ തന്നെ കിട്ടില്ല. നിങ്ങൾ ആമസോണിലൊക്കെ നോക്കിയിട്ട് പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സാധനങ്ങളൊന്നും വാങ്ങിക്കാൻ കിട്ടില്ല. അതൊക്കെ ഇമ്പോർട്ട് ചെയ്യുക തന്നെ വേണം. കാരണം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ അതുപോലെ തന്നെ ലക്ഷറി കാർസ് ഒക്കെ പലപ്പോഴും ഇപ്പൊ കുറെയൊക്കെ പ്രൊഡക്ഷൻ തുടങ്ങിയിട്ടുണ്ടെന്നല്ലാതെ, എന്നാലും ലക്ഷറി കാർസ് ഇപ്പൊ ഇന്ത്യയിൽ ഒന്നും അവൈലബിൾ ആയിരിക്കില്ല. കാരണം എന്താണ്, അത് അഫോർഡ് ചെയ്യാനുള്ള ആൾക്കാരുടെ എണ്ണം ഇവിടെ കുറവാണ്, അല്ലെ? അപ്പൊ എങ്ങനെയാണ് എന്താ പറയുക, യൂറോപ്യൻസിന്റെ കയ്യിൽ ഒരുപാട് കാശ് വരുന്നു. അപ്പൊ അവർക്ക് ലക്ഷൂറിയസ് ആയിട്ടുള്ള ഗുഡ്സ് വേണം. അതായത് അന്നത്തെ ലക്ഷറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിൽക്ക്, വൂള്, അങ്ങനെ ഇന്ത്യയിൽ നിന്ന് നല്ല നല്ല സ്പൈസസ്, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള സ്റ്റോൺസ്, അങ്ങനത്തെ സാധനങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങൾ എല്ലാം വേണം. അതിനെല്ലാം വേണ്ടി അവർക്ക് എന്ത് ചെയ്യണം, ഇന്ത്യയിലേക്കുള്ള എന്ത് കണ്ടുപിടിക്കണം, വഴി കണ്ടുപിടിച്ചേ മതിയാവും. മാത്രമല്ല പൊതുവില് യൂറോപ്യൻസ് കരുതുന്ന ഒരു കാര്യമുണ്ട്. അവരെപ്പോഴും പറയുക എങ്ങനെയാണ്, അമേരിക്കയുടെ ഇൻവെൻഷൻ അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയുടെ ഇൻവെൻഷൻ, തെക്കേ അമേരിക്കയുടെ ഇൻവെൻഷൻ, ഇന്ത്യയുടെ ഇൻവെൻഷനൊക്കെ ഇൻവെൻഷൻ ഓഫ് ന്യൂ വേൾഡ് എന്നാണ്. ശരിക്കും യൂറോപ്യൻസ് വിചാരിക്കുന്നത് ഞങ്ങളുടെ ചുറ്റുമാണ്, എന്താണ്, ഭൂമി ചുറ്റുന്നത് ഞങ്ങൾക്ക് ചുറ്റുമാണെന്നുള്ള ഒരു വിചാരമാണ്. ബാക്കിയാണ് ന്യൂ വേൾഡ്, ഞങ്ങൾ ഓൾറെഡി ഉണ്ടായിരുന്നവരാണെന്നുള്ള പോലത്തെ ചിന്താഗതിക്കാരാണ്. ഓക്കെ, അപ്പൊ അത് മാത്രമല്ല, ക്രിസ്ത്യാനിറ്റി എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും നല്ല സാധനമാണ്, അത് എല്ലായിടത്തും പ്രചരിപ്പിക്കണം. അങ്ങനെ മതപരമായിട്ടുള്ള റീസൺസും ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. അപ്പൊ ആ ഒരു സമയത്ത് ഈ എന്താണ് സ്പാനിഷ് നാവികരും ഉണ്ട്, പോർച്ചുഗീസ് നാവികരും ഉണ്ട്. അപ്പൊ ഇവർക്ക് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇവർ ആക്ച്വലി ലോകത്തിന് പങ്കിട്ടെടുക്കുകയാണ് ചെയ്തത്. ഈ ലാറ്റിൻ അമേരിക്കൻ ഭാഗങ്ങളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് അറിയാം, ഇപ്പൊ കൂടുതലും അവര് ഇപ്പൊ കൊളംബിയ ആയിക്കോട്ടെ, അപ്പൊ അത്തരം കൺട്രീസ് കൂടുതലും മെക്സിക്കോ, ആ കൺട്രീസ് ഒക്കെ കൂടുതലും സ്പാനിഷിൽ സംസാരിക്കുന്നത് നിങ്ങൾ കണ്ടു കാണും, അല്ലെ? സ്പാനിഷുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. ബിക്കോസ് എങ്ങനെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തിന് സ്പെയിനും പിന്നെ നമ്മുടെ ഇന്ത്യയുടെ ഒരു ഭാഗത്തിലേക്ക് പോർച്ചുഗീസും പങ്കിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ട്രീറ്റി ഓഫ് ടോർട്ടേഴ്സ് എന്ന് പറയും. അതായത് ഈ ഭാഗങ്ങളിൽ ക്രിസ്ത്യാനിറ്റിയെ വളർത്തുക എന്നുള്ള ഒരു ഉദ്ദേശം ഇവർക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ ഇതിന്റെ പാർട്ടായിട്ട് നിങ്ങൾ ഒന്ന് മനസ്സിലാക്കി വെച്ചേക്കുക. ഓക്കെ, അപ്പൊ ഇവരെന്ത് ചെയ്തു, ഇവർക്ക് മാക്സിമം പുതിയ രാജ്യങ്ങൾ കണ്ടുപിടിക്കണം. അതിന് മൊത്തം യൂറോപ്പും സ്പെയിനെയും അതുപോലെ തന്നെ പോർച്ചുഗലിനെയും ഫണ്ട് ചെയ്യുന്നുണ്ട്, മാൻ പവർ കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഈ വെനീസിനും ജിനോവയ്ക്കും ആയിരിക്കുന്ന മുമ്പൊക്കെ ഈ ട്രേഡ് ഓറിയന്റൽ ഗുഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യയിൽ നിന്ന് വരുന്ന ഗുഡ്സ്. ഓക്കെ, ഓറിയന്റൽ സ്റ്റഡീസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇന്ത്യയെ പറ്റിയുള്ള സ്റ്റഡീസ്. അപ്പൊ അതുകൊണ്ട് ഇവർ കുഞ്ഞു കുഞ്ഞു രാജ്യങ്ങളാണ്. ഇവർക്ക് ഓട്ടോമൻ ടർക്സിനൊന്നും പ്രതിരോധിക്കാനുള്ള ശക്തിയൊന്നുമില്ല. അപ്പൊ ഇവരുടെ കയ്യിലുള്ള കാശും അതുപോലെ തന്നെ മാൻ പവർ എല്ലാം കൊടുത്തിട്ട് ഇവരെന്ത് ചെയ്യുന്നുണ്ട്, സഹായിക്കുന്നുണ്ട് പോർച്ചുഗീസിനെ, സ്പെയിനെ ഒക്കെ. അപ്പൊ പോർച്ചുഗീസ് അതുപോലെ തന്നെ ഇവർക്ക് ഒരു പോപ്പ് ഉണ്ടായിരുന്നു. ആ പോപ്പിന്റെ പേര് എന്തായിരുന്നു, പോപ്പ് ഇന്നസെന്റ് അല്ല, പോപ്പ് നിക്കോളസ്. നിങ്ങൾ പഠിക്കരുത്, നോക്കി വെച്ചാൽ മതി. അദ്ദേഹം പോർച്ചുഗലിനോട് പറയുന്നുണ്ട്, നിങ്ങൾ പോയിട്ട്, അതായത് ഈ ദൈവ ആരാധകരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീരെ താല്പര്യമില്ലാത്ത ആൾക്കാരാ. ഒന്നിൽ കൂടുതൽ ദൈവങ്ങൾ ആചരിക്കുന്നവര്, ഇന്ത്യക്കാരും ആഫ്രിക്കക്കാരൊക്കെ അങ്ങനെ ചെയ്യുന്നവരാണ്. നിങ്ങൾ പോയിട്ട് അവര് ഏറ്റവും നല്ല മതമായിട്ടുള്ള ക്രിസ്ത്യാനിറ്റി വളർത്തുക എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈ ബഹുദൈവ ആരാധനയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്
കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ബഹുദൈവ ആരാധകർക്ക് സാധിക്കും. അതായത് പല ദൈവങ്ങൾ അവർ ഓൾറെഡി കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ടോളറൻസ് ഉണ്ടാവും. അതുകൊണ്ടാണ് പണ്ടൊക്കെ ഇവിടെ അറേബ്യൻസ് ഒക്കെ വന്നു പോകുമ്പോഴും സാമൂതിരിയൻ ടീംസ് ഒക്കെ വളരെ നന്നായിട്ട് അവരെ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇവിടെ വന്ന് മതത്തിനെ പ്രചരിപ്പിക്കുക എന്നുള്ളതും ഈ പോപ്പ് ഇവരോട് പറയുന്നുണ്ട്, അവിടെ പോയിട്ട് നിങ്ങൾ ക്രിസ്ത്യാനിറ്റിനെ പ്രചരിപ്പിക്കുക, മുസ്ലിംസിനെയൊക്കെ ഓടിക്കുക എന്ന്. ഓക്കെ. അപ്പൊ പിന്നെ അതുപോലെ പോർച്ചുഗലിൽ ആ സമയത്ത് ഒരു രാജാവായിരുന്നു ഹെൻറി. ഹെൻറിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാവികരെ എങ്ങനെയെങ്കിലൊക്കെ നിക്കോളാസ് ഉണ്ട് കേട്ടോ, അവിടെ നിക്കോളാസ് പേര് മറന്നിരുന്ന ആളുടെ കാര്യമുണ്ട്. ഓക്കെ. അപ്പം എങ്ങനെയെങ്കിലൊക്കെ ഈ നാവികരെ കൊണ്ട് ഇന്ത്യനെ കണ്ടുപിടിപ്പിക്കാന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര താല്പര്യമായിരുന്നു. നല്ല ഫണ്ടിങ് കൊടുക്കുന്നുണ്ട്, അതിന് എല്ലാ വിധത്തിലുള്ള എല്ലാ തരത്തിലുള്ള സഹായങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഹെൻറി ദ നാവിഗേറ്റർ എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷെ പുള്ളി പെട്ടെന്ന് തട്ടിപ്പോയി. പിന്നീട് നമ്മുടെ വാസ്കോഡ ഗാമയുടെ വന്ന് ഇന്ന സമയമൊക്കെ ആയപ്പോഴേക്കും നമ്മുടെ മാനുവൽ രാജാവ് ആവുന്നുണ്ട് കേട്ടോ. നിങ്ങൾ മാനുവൽ കോട്ട എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? പോർച്ചുഗീസുകാർ കിട്ടിയിട്ടുള്ള കോട്ടേനെയാണ് മാനുവൽ കോട്ട, അവരുടെ രാജാവിന്റെ പേര് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ 1454 എന്ത് സംഭവിച്ചു? ഈ നിക്കോളാസ് വി എന്ന് പറഞ്ഞ പോപ്പ് ഹെൻറിക്ക് ഒരു പാപ്പൽ ബുൾ കൊടുക്കുന്നുണ്ട്. പാപ്പൽ ബുൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിങ്ങൾ ഒരിക്കലും കാളയാണെന്നൊന്നും വിചാരിക്കരുത്. അതായത് ഓറിയന്റൽ സൈഡിലോട്ട് പോയിട്ട് ഇന്ത്യക്കാരെയൊക്കെ എന്ത് ചെയ്യുക, ഇസ്ലാമിസ്റ്റുകളിൽ നിന്നും മോചിപ്പിച്ച് ക്രിസ്ത്യാനിറ്റി പഠിപ്പിക്കുക കേട്ടോ. അവിടെ കുറെ മുഗൾസ് ഒക്കെയാണ് ഭരിക്കുന്നത്, അവരൊന്ന് പോയിട്ട് നന്നാക്കുക എന്ന് പോപ്പ് പറയുന്നുണ്ട്. പോപ്പ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനിറ്റിയുടെ ഏറ്റവും മുകളിലുള്ള ആളാണ്. അദ്ദേഹം ഇവരെ ഏൽപ്പിക്കുകയാണ്, നിങ്ങൾ പോയിട്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം. അത് ഇവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അക്ബറിന്റെ മതം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, ജഹാംഗീറിന്റെ മതം മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വരാം കേട്ടോ. അപ്പൊ പ്രിൻസ് ഹെൻറി മരിച്ചുപോയി. എന്നാലും ഈ ഇവരുടെ എക്സ്പെഡിഷൻ ഒക്കെ നടക്കുന്നുണ്ട്. ഓക്കെ. അങ്ങനെ പോർച്ചുഗീസ് നാവികനായിട്ടുള്ള ബർത്തലോമിയോ ഡയസ്, ആഫ്രിക്ക കണ്ടിട്ടില്ലേ നിങ്ങൾ? ആഫ്രിക്ക കണ്ടിട്ടില്ലേ? ആഫ്രിക്ക ഇങ്ങനെ ഉണ്ടാവും, ഇവിടെ നിന്ന് ഇങ്ങനെ വന്നത് ഇവിടെ ആയിട്ട് എന്താണ് നമ്മുടെ ഇവിടെ അല്ല, സോറി, ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ദൂരെയായിട്ട് ഇവിടെ ഒരു കുഞ്ഞ് ഇന്ത്യയാണ് ഉള്ളത്. അപ്പൊ ഇവിടെ ഒരു മുനമ്പുണ്ട്, ഇവിടം വരെ ഇങ്ങനെ വന്നിട്ട് ഇവിടം വരെ നമ്മുടെ ബർത്തലോമിയോ ഡയസ് എന്ന് പറഞ്ഞിട്ടുള്ള നാവികരെത്തി. പക്ഷെ പുള്ളിക്കാരന് ഇന്ത്യ വരെ എത്താനായിട്ട് സാധിച്ചില്ല. ഓക്കെ. പിന്നീട് ഇന്ത്യയിൽ ആദ്യമായിട്ട് എത്തിച്ചേരുന്നത് ആരാണ്? നമ്മുടെ വാസ്കോഡ ഗാമയാണ് കേട്ടോ. അങ്ങനെ വാസ്കോഡ ഗാമ വരുന്നു. വാസ്കോഡ ഗാമ 1498 കാപ്പാട് വന്ന് കാലുകുത്തുന്നത്. അതിനു മുമ്പ് കൈകുത്തി നടക്കുമായിരുന്നോ എന്നുള്ള ചളി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ പറയുന്നില്ല. ഓക്കെ. അപ്പൊ അദ്ദേഹം വരുന്നത് 1498 3 ഷിപ്പിലായിട്ടാണ് വരുന്നത്. ഈ 3 ഷിപ്പിനും 3 മാലാഖമാരുടെ പേരൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. സെന്റ് ഗാവോ, സെന്റ് ഗബ്രിയേൽ, പിന്നെ ഒരു മാലാഖയും കൂടി ഉണ്ടായിരുന്നു. ആ മാലാഖയുടെ പേര് ഞാൻ മറന്നുപോയി കേട്ടോ, ഒന്ന് നോക്കണേ. ഓക്കെ. അപ്പൊ അങ്ങനെ പുള്ളി വരുന്നു. എന്നിട്ട് സാമൂതിരിനെ കാണാൻ പോവാണ്. സാമൂതിരിനെ കാണാൻ പോകുമ്പോ സാമൂതിരി ഓൾറെഡി, നമ്മൾ കേരള ഹിസ്റ്ററി അല്ല പഠിക്കുന്നത്, ഇന്ത്യൻ ഹിസ്റ്ററി ആണെന്നുള്ള കാര്യം ഓർമ്മ വേണം. കേരള ഹിസ്റ്ററി വരുമ്പോൾ നമ്മൾ സാമൂതിരി ആയിട്ടുള്ള പ്രശ്നമൊക്കെ കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കും. പക്ഷെ ഇന്ത്യൻ ഹിസ്റ്ററി വരുമ്പോ ഇവര് പൊതുവിൽ എങ്ങനെയാണ്, മൊത്തത്തിൽ ഇന്ത്യയിൽ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ പറയണം കേട്ടോ. അപ്പൊ സാമൂതിരിനെ നല്ല സന്തോഷത്തോടുകൂടിയൊക്കെ സ്വീകരിക്കും. പക്ഷേ ഈ സാധാരണഗതിയിൽ പുറത്തുനിന്നുള്ള ആൾക്കാർ വരുമ്പോൾ ഇന്ത്യൻ റൂളേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്ത് തരത്തിലുള്ള സാധനങ്ങളാണെന്ന് അറിയാമോ? ഇന്ത്യൻ റൂളേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത് പൊതുവെ ഗോൾഡ് ആണ്. ഓക്കെ. ഗോൾഡ് ആണ് ഇന്ത്യൻ റൂളേഴ്സ് എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലാതെ ഇവരാണെന്നുണ്ടെങ്കിൽ പക്ഷെ കൊടുത്തതൊക്കെ ഈ തരത്തിലുള്ള ഈ തുണി അതുപോലത്തെ സാധനങ്ങളൊക്കെയാണ്. അതൊന്നും ഇവർക്ക് ഇഷ്ടപ്പെട്ടില്ല. അതൊരു കാരണം. മാത്രമല്ല ഇങ്ങോട്ട് പോയിട്ട് നേരെ ചോദിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇവിടുത്തെ അറബികളുമായിട്ടുള്ള പരിപാടി full ആയിട്ട് അങ്ങ് അവസാനിപ്പിക്കണം എന്നാണ്. ഓക്കെ. അത് സാമൂതിരി തയ്യാറാവുന്നില്ല. കാരണം സാമൂതിരിക്ക് സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള മുസ്ലിം പോപ്പുലേഷൻ ഉണ്ട്, മാത്രമല്ല അറബ്സുമായിട്ട് നല്ല ബന്ധവും ആണ്. ഓക്കെ. അങ്ങനെ സാമൂതിരിയോട് പിണങ്ങുന്നു. സാമൂതിരിയോട് പിണങ്ങിയിട്ട് എന്ത് ചെയ്യുന്നു? നേരെ കണ്ണൂർ കോലത്തൂരിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. അതുപോലെ തന്നെ കൊല്ലത്തുനിന്ന് വിളിക്കുന്നുണ്ട്, അവിടേക്ക് ചെല്ലുന്നില്ല. അപ്പൊ നമ്മുടെ ഈ ഇന്ത്യൻ ഓഷനിലെ ട്രേഡ് എന്ന് പറയുന്നത്
അറബ് ഗുജറാത്തിൽ നിന്നും ഒക്കെ ഉള്ള വ്യാപാരിമാര് അവരാണ് ഇന്ത്യൻസ് എന്ന് പറയുന്നത്. പിന്നെ അറബ്സ്, ഈസ്റ്റ് ആഫ്രിക്കൻ കോസ്റ്റൽ കമ്മ്യൂണിറ്റീസ്, ചൈനീസ് ആൻഡ് ജാവനീസ് എന്ന് അവർ അങ്ങനെ പലതരം കമ്മ്യൂണിറ്റികളെ കൊണ്ട് ഇന്ത്യൻ ഓഷൻ ഓൾറെഡി ഹിസ്റ്റോറിക്കലി ഡൈവേഴ്സ് പാർട്ടിസിപ്പൻസ് ഉള്ള ഒരു ഏരിയയാണ്. ഇവിടെയാണ് ഇത് മുഴുവൻ പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസുകാർ ശ്രമിക്കുന്നത്. പോർച്ചുഗീസുകാർക്ക് ഇത് മൊണോപ്പൊളൈസ് ചെയ്യണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അത് പിന്നീട് അൽമേഡയുടെ കാലം ആവുമ്പോഴേക്കും അവർക്ക് സാധിക്കുന്നുണ്ട് കേട്ടോ. ബ്ലൂ വാട്ടർ പോളിസി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ഇന്ത്യൻ ഓഷനിലെ മുഴുവൻ ട്രേഡും ഇവര് പിടിച്ചടക്കുകയാണ്. അതിലൂടെ ഏത് ഷിപ്പ് പോയാലും ആരുടെ സമ്മതം വേണം? ഇവരുടെ സമ്മതം വേണം. ആരുടെ? നമ്മുടെ സോറി, പോർച്ചുഗീസുകാരുടെ സമ്മതം വേണം. അവർക്ക് അവരുടെ ഒരു കാർട്ടസ് എന്ന് പറഞ്ഞ സിസ്റ്റം ഒക്കെ ഉണ്ട്, നമ്മുടെ ഈ പാസ്പോർട്ട് ഒക്കെ പോലെ. അപ്പൊ അങ്ങനെ ആ കാർട്ടസിന് ഇവര് വഴങ്ങിയില്ലെങ്കിൽ എന്ത് ചെയ്യും? ഈ പൈറേറ്റുകളെ പോലെ കപ്പൽ ആക്രമിച്ച് കീഴടക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഉള്ള ഒരു ഗുണ്ടാ സ്വഭാവമുള്ള ആൾക്കാരായിരുന്നു ഈ പോർച്ചുഗീസുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒടുക്കത്തെ ഗുണ്ടാ സ്വഭാവമാണ് കേട്ടോ. പിന്നീട് 1500-കളായപ്പോ പെട്രോ അൽവാരസ് കബ്രാൾ എന്ന് പറഞ്ഞ ആള് കാലിക്കട്ട് വരുന്നു. എന്നിട്ട് എന്താണ്, അവിടെ സ്പൈസ് ഒക്കെ കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവിടെ വന്നിട്ട് എന്ത് സംഭവിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്, പലതരത്തിലുള്ള കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവുന്നു. അതെന്താ കോൺഫ്ലിക്റ്റ് ഉണ്ടാവാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവര് കയറി അറബികളെ ചൊറിഞ്ഞു. അറബികളെ ചൊറിഞ്ഞത് ലോക്കൽസിനെ, ലോക്കലായിട്ടുള്ള ആളുകൾക്ക് നല്ല സപ്പോർട്ട് കൊടുക്കുന്ന ആൾക്കാരാണ് അറബീസ്. അപ്പൊ എന്തായി, ഡെത്ത് ഓഫ് സെവറൽ പോർച്ചുഗീസുമായിട്ട് പ്രശ്നമായി. ഒരുപാട് പോർച്ചുഗീസുകാർ മരണപ്പെട്ടു. അപ്പൊ അതിന് പകരമായിട്ട് അറബ് ഈ കബ്രാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറെ അറബ് മർച്ചന്റ് ഷിപ്സിനെ പിടിച്ചെടുത്തു, കുറെ ആൾക്കാരെ കൊന്നു കളഞ്ഞു, കുറെ കാർഗോയും കുറെ കാർഗോ പിടിച്ചെടുക്കുകയും ഷിപ്പുകൾ നശിപ്പിക്കുകയൊക്കെ ചെയ്തു. സി, നമ്മളിപ്പോ ഈ ബ്രിട്ടീഷുകാർക്ക് പകരം ഇന്ത്യ മുഴുവൻ ഭരിച്ചത് ഇവന്മാരായിരുന്നു വിചാരിക്കും. ഭയങ്കര ക്രൂരന്മാരാണ്. ഒരു ഡിപ്ലോമസി എന്ന് പറഞ്ഞ സംഭവം ഇല്ല. ഇപ്പൊ ബ്രിട്ടീഷുകാർ നല്ലവരായിരുന്നു എന്നല്ല പറയുന്നത്, അവർക്ക് ഒരു ചെറിയ ജെന്റിൽമാൻഷിപ്പ് ഉണ്ടായിരുന്നു. ഇവര് പോർച്ചുഗീസുകാർ എന്ന് പറഞ്ഞാൽ തനി കാടൻ സ്വഭാവം കാണിക്കുക. അതായത് കൈ വെട്ടുക, കാല് വെട്ടുക. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ കുഞ്ഞാലി മരക്കാർമാരുടെ കാര്യം. നമ്മൾ കേരള ഹിസ്റ്ററി പഠിക്കുമ്പോൾ കുഞ്ഞാലി മരക്കാരെ ഗോവയിൽ വെച്ച് കൊന്നു കളഞ്ഞ് തല ഉപ്പിലിട്ട് അവിടെ പ്രദർശിപ്പിക്കുക, ഇവിടെ പ്രദർശിപ്പിക്കുക, അങ്ങനത്തെ വൃത്തികെട്ട ഒരു തരത്തിലുള്ള ബാർബേറിയൻ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇവർ ചെയ്യുക. ഭയങ്കര ക്രൂരന്മാരാണ്. ഒരു അതിനേക്കാളും ക്രൂരന്മാരാണ് സ്പെയിനൊക്കെ ഈ ഭാഗത്തേക്ക് വരാത്തത് നമ്മുടെ ഭാഗ്യം എന്ന് വിചാരിച്ചാൽ മതി. കാരണം അവര് അടിമുടി നശിപ്പിച്ചു കളയും. അതായത് തോക്കിൻ പുഴയിൽ വെച്ച് മതം മാറ്റിയിരുന്ന ആൾക്കാരായിരുന്നു സ്പെയിൻ. സ്പാനിഷ് ഇൻക്വിസിഷൻ എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്താണ് സ്പാനിഷ് ഇൻക്വിസിഷൻ? അതായത് മതം പ്രചരിപ്പിക്കാൻ വേണ്ടി ഇവർ സ്വീകരിച്ചിരുന്ന ഭയങ്കര ബ്രൂട്ടൽ ആയിട്ടുള്ള ടോർച്ചറിങ് മെത്തേഡ്സ്. ശരിക്കും പറഞ്ഞാൽ ടോർച്ചറിങ് ആക്ച്വലി ഹിസ്റ്റോറിക്കലി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടാവുക മതം പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. ഹിസ്റ്ററി പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പൊതുവെ ഒരു നാസ്തികനാവാനുള്ള സാധ്യതയാണ് കൂടുതലുള്ളത്. അതിലേക്ക് നമുക്ക് കടക്കണ്ട, നമുക്ക് ബാക്കിയുള്ളതിലേക്ക് പോവാം. ഓക്കെ. പിന്നീട് വാസ്കോഡഗാമ വീണ്ടും വരുന്നു. അപ്പൊ കബ്രാളിനോടും ഒക്കെ ഉണ്ടാക്കിയ പ്രശ്നത്തിന് പകരം വാസ്കോഡഗാമ പകരം ചോദിക്കുന്നുണ്ട്. അവരെ എന്ത് ചെയ്യുന്നു? സാമൂതിരിയുടെ ഒരു ഏരിയയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. കടലിൽ നിന്ന് സാമൂതിരിയുടെ തീരത്തുള്ള പ്രദേശത്തുള്ള കുറെ ഏരിയയൊക്കെ നശിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് നേരെ കണ്ണൂർ പോകുന്നു, പിന്നെ കൊച്ചിയിൽ പോകുന്നു. അതായത് സാമൂതിരിയായിട്ടൊന്നും നടക്കില്ല, പകരം സാമൂതിരിയുടെ സാമന്തന്മാര്, അതായത് സാമൂതിരിക്ക് കീഴടങ്ങി ജീവിച്ചിരുന്ന രാജാക്കന്മാരോടാണ് ഇവര് മെയിൻലി ട്രേഡ് നടത്തിയിരുന്നത്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഇതെല്ലാം മാർത്താണ്ഡവർമ്മ വരണേക്കാൾ മുമ്പുള്ള കാര്യങ്ങളാണ് അല്ലെ. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം ഇവർക്കുണ്ട്. കാരണം മാർത്താണ്ഡവർമ്മ പിന്നീട് വരുമ്പോ അദ്ദേഹം എന്താണ്, ട്രാവൻകൂർ കിങ്ഡത്തിനെ വളരെയധികം ശക്തമാക്കുന്നു. പിന്നീട് ഈ കേരള ഭാഗത്തിന്റെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഏരിയ ആയിട്ട് ട്രാവൻകൂർ മാറുന്നുണ്ട്. മാത്രമല്ല ഹൈദറിന്റെ ആക്രമണങ്ങള്, ടിപ്പുവിന്റെ ആക്രമണങ്ങള് അങ്ങനെയൊക്കെ വന്ന് മലബാർ ഏരിയ വല്ലാതെ ക്ഷയിക്കുന്നുണ്ട്. അത് പിന്നീട് മലബാറിന്റെ പ്രാധാന്യം നല്ലോണം കുറയുന്നുണ്ട്. സാമൂതിരി അന്നത്തെ കാലത്ത് ഉണ്ടായിരുന്ന ഒരു പ്രതാപമൊന്നും പിന്നീടില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല്. അപ്പൊ ഒരു പക്ഷെ ഇവര്
സാമൂതിരിക്ക് പകരം മറ്റേ അങ്ങോട്ട് പോയി വിഴിഞ്ഞം പോർട്ടിൽ പോയിട്ട് മാർത്താണ്ഡവർമ്മയുടെ സമയത്താണ് വന്നിരുന്നെങ്കിൽ ഇവന്മാര് കുറച്ചും കൂടെയൊക്കെ വിജയിച്ച് കയറിയിരുന്നേനെ കേട്ടോ. ഡച്ചുകാർക്ക് പറ്റിയത് ഇത് തന്നെയാണ്. മാർത്താണ്ഡവർമ്മയുടെ ഉടക്കാൻ പോയി, അവരുടെ പണി തീർന്നു. ഓക്കെ. അങ്ങനെ ഇവർ പല സ്ഥലത്തും കോട്ടകൾ കെട്ടുന്നു. ഫാക്ടറീസ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പോലത്തെ ഫാക്ടറി എന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. സാധനങ്ങൾ ഉണ്ടാക്കുന്നതല്ല, പൊതുവെ ഫാക്ടറിയും അതുപോലെ തന്നെ സാധനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലവും എല്ലാം തന്നെ ഒന്ന് തന്നെ ആയിട്ടാണ്, ആ ഒരു അർത്ഥത്തിലാണ് ഇവിടെ ഫാക്ടറി ഉപയോഗിക്കുന്നത്. സതീഷ് ചന്ദ്രയുടെ വ്യൂ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഈ വാസ്കോഡഗാമ വന്നതിനെ പറ്റിയിട്ട് അദ്ദേഹം പറയുന്ന വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയും യൂറോപ്പും കൊമേഴ്ഷ്യൽ ടൈസ് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടെങ്കിലും ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സീ റൂട്ട് കണ്ടുപിടിക്കണമെന്നാണ് ഇതിന്റെ ഈ ഒരു ഏഷ്യ യൂറോപ്പും തമ്മിലുള്ള ബന്ധത്തിന്റെ ഏറ്റവും കിടലായിട്ട് മാറിയതെന്നൊക്കെ അദ്ദേഹം ഒരു വ്യൂ പറയുന്നുണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. എക്സാം പോയിന്റ് ഓഫ് വ്യൂല് വലിയ കാര്യമില്ല, നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയുള്ളൂ. ഈ ഡയറക്റ്റ് സീ കണ്ടുപിടിച്ചത് എന്തായി, അറബ്സിന്റെയും ടർക്കിഷ് മൊണോപ്പൊളി നശിപ്പിച്ചു. ഓക്കെ. പിന്നെ പോർച്ചുഗീസ് ആർ ഹോപ്ഡ് ടു കണക്ട് വിത്ത് മിത്തിക്കൽ ക്രിസ്ത്യൻ കിങ്ഡം ഓഫ് പാസ്റ്റർ ജോൺ, പൊട്ടൻഷ്യലി എനേബിളിംഗ് എ പിൻസർ അറ്റാക്ക് ഓൺ മുസ്ലിം പവേഴ്സ്. അപ്പോൾ പോർച്ചുഗീസുകാർക്ക് ഒരു മിത്തിക്കൽ ഒരു മൊത്തത്തിൽ അത് മുഴുവൻ ലോകവും എന്താണ് ക്രിസ്ത്യാനിറ്റി വരുന്ന, നമ്മളിപ്പോ രാമരാജ്യം എന്നൊക്കെ RSSകാർ പറയുന്ന പോലെ അവർക്കൊരു പാസ്റ്റർ ജോൺ, ക്രിസ്ത്യൻ കിങ്ഡം ഓഫ് പാസ്റ്റർ ജോൺ, ട്രസ്റ്റർ ജോണെന്നോ അങ്ങനെ എന്താ പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പോ അതൊക്കെ അവർക്ക് താല്പര്യമുള്ള കാര്യമായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി. അങ്ങനെ ഈ പോർച്ചുഗീസുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് റിലീജിയസ് ആയിട്ടുള്ള മോട്ടീവ്സും ഉണ്ടായിരുന്നു, കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള മോട്ടീവ്സും ഉണ്ടായിരുന്നു. ഓക്കെ. നമ്മുടെ ബ്രിട്ടീഷുകാരെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഫസ്റ്റ് മോട്ടീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ട്രേഡ് ആയിരുന്നു. ട്രേഡിനെ ബാധിക്കുന്ന തരത്തിൽ അവർ ഒരിക്കലും റിലീജിയൻ വെച്ച് കളിച്ചിട്ടില്ല. ക്രിസ്ത്യൻ മിഷണറീസ് വന്നു എഡ്യൂക്കേഷൻ പ്രോത്സാഹിപ്പിക്കാനൊക്കെ നോക്കി. ഒരിക്കലും അവര് ഹിന്ദുക്കളെ വെറുപ്പിക്കാതിരിക്കാൻ നോക്കിയിട്ടുണ്ട്. ആ വെറുപ്പിക്കാൻ നോക്കിയതിന്റെ ഒരു ഫലം അവർക്ക് 1857 വിപ്ലവത്തിൽ കണ്ട പിന്നീട് ആ ഒരു ഏരിയയിൽ തൊടാൻ പോയിട്ടില്ല. ഓക്കെ. ആ കാര്യത്തിലൊക്കെ അവർ കുറച്ചും കൂടി എന്താ പറയാ ബുദ്ധിപരമായിട്ട് ബുദ്ധിക്ക് കളിച്ചു എന്ന് പറയില്ലേ, അങ്ങനെയായിരുന്നു ബ്രിട്ടീഷുകാര്. ഓക്കെ. അപ്പൊ അങ്ങനെ കുറച്ച് സ്ഥലമൊക്കെ പിടിച്ചു തിരക്കിയ പിന്നീട് ഒരു വൈസ്രോയിനെ പറഞ്ഞു വിടാണ്. അദ്ദേഹത്തിന്റെ പേരാണ് ഫ്രാൻസിസ്കോ ഡി അൽമേഡ. അപ്പൊ ഫ്രാൻസിസ്കോ ഡി അൽമേഡ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റ് ഗവർണർ ഓഫ് പോർച്ചുഗീസ് ഇൻ ഇന്ത്യ, അല്ലെങ്കിൽ ഫസ്റ്റ് വൈസ്രോയ് ഓഫ് ഇന്ത്യ. അത് 3 വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് വിടുന്നത്. ഓക്കെ. അപ്പൊ അൽമേഡയ്ക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കുന്ന ഒരുപാട് ടാസ്കുകൾ ഉണ്ട്. എന്താണ്, ശ്വാസം കിട്ടുന്നില്ല, മീൻസ് മൂക്കടഞ്ഞിരിക്കുന്നേ സംസാരിക്കുമ്പോൾ. പോർച്ചുഗീസുകാരുടെ പൊസിഷൻ ഇന്ത്യയിൽ നന്നാക്കുക. പിന്നെ അതുപോലെ തന്നെ അതിന് തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളുണ്ടല്ലോ, എയ്ഡൻ, ഓംബ്രൂസ് ആൻഡ് മലാക്കൊക്കെ അറിയുന്നതല്ലേ. അതുപോലെ തന്നെ അഞ്ച് ദ്വീപ് എന്ന് പറയുന്ന 5 ദ്വീപ്, കൊച്ചിൻ, കണ്ണൂർ, കിൽവ, അവിടെയൊക്കെ ഫോർട്ടുകൾ പണിയുക, അങ്ങനത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ. അങ്ങനെ അൽമേഡ വരുന്നു. അൽമേഡയും എന്താണ് സാമൂതിരിയായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പിന്നെ എന്താണ് വെനീഷ്യൻ മർച്ചൻസിന്റെ കാര്യത്തിൽ ഇടപെട്ടതിനെ തുടർന്നിട്ട് ഈജിപ്ഷ്യൻ സുൽത്താനുമായിട്ട് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അങ്ങനെ 1507 ഒരു ബാറ്റിൽ ഉണ്ടാവുന്നുണ്ട്, ബാറ്റിൽ ഓഫ് ഡിയു. ബാറ്റിൽ ഓഫ് ഡിയുവിൽ എന്താ സംഭവിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അൽമേഡയുടെ മോനൊക്കെ കൊല്ലപ്പെടുകയാണ്. ഓക്കെ. അപ്പൊ പിന്നീട് അൽമേഡ ഈ ഒരു പ്രശ്നത്തിന് അവഞ്ച് ചെയ്യുന്നുണ്ട്, പ്രതികാരമൊക്കെ തീർക്കുന്നുണ്ട് ഈജിപ്ഷ്യൻ ഫ്ലീറ്റ്സിനെയൊക്കെ നശിപ്പിച്ചുകൊണ്ട്. അൽമേഡ കൊണ്ടുവന്ന പോളിസിയാണ് ബ്ലൂ വാട്ടർ പോളിസി അഥവാ കാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ബേസിക്കലി നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ, ഞങ്ങളുടെ ഒരു പാസ്പോർട്ട് പോലത്തെ സാധനം ഞങ്ങൾ സ്വീകരിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കപ്പലുകൾ ഞങ്ങൾ മുക്കിക്കളയും എന്ന് പറഞ്ഞ സംഭവം. അപ്പം ഇത് സ്പെക്ട്രത്തിൽ ഉണ്ടായിരുന്ന ഒരു സംഭവം ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചതാണ്. അൽമേഡയുടെ വ്യൂ ആണ് കേട്ടോ. ആസ് ലോങ് ആസ് യു മേ ബി പവർഫുൾ അറ്റ് സീ will hold India as yours. If you do not possess this power, little will avail you a fortress on shore. അതായത് നമ്മുടെ പവർ എവിടെ, ഇന്ത്യൻ വാട്ടറിലുള്ള പവർ, ഇന്ത്യൻ സീയിലുള്ള പവർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് കാത്തു സൂക്ഷിക്കാം, അല്ലെങ്കിൽ കരയിലുള്ള കൊച്ചു ഫോർട്ടസ് മാത്രം ഉണ്ടാവുള്ളൂ.
ദെൻ കുറെ സ്ഥലങ്ങളൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്, പല പല സ്ഥലങ്ങളായിട്ട് ഇവരിങ്ങനെ ഇത് കൊണ്ടുവരുന്നുണ്ട്. കുറച്ച് എന്താണ് ഈസ്റ്റ് ആഫ്രിക്ക, ഓഫ് ഷോർ റെഡ് സീ, ഓർമ്യൂസ്, മലബാർ, മലാക്ക, അങ്ങനെ പല സ്ഥലങ്ങളായിട്ട് ഇവര് പിടിച്ചടക്കുന്നുണ്ട്. ബേസിക്കലി കേരളം അല്ല, ഇന്ത്യ മൊത്തത്തിൽ കൊളംബിയൻ ട്രേഡിന്റെ ഭാഗമാണ്. കൊളംബിയൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും നമ്മുടെ ശ്രീലങ്കനെ പണ്ട് കൊളംബോ എന്ന് പറഞ്ഞിരുന്നല്ലോ എന്ന് വിചാരിച്ചിട്ട് ശ്രീലങ്ക ആയിട്ടുള്ള ട്രേഡ് എന്നൊന്നും വിചാരിക്കരുത്. കൊളംബിയൻ ട്രേഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മുടെ കൊളംബസ് ഉണ്ടല്ലോ, കൊളംബസ് പോയിട്ട് നമ്മൾ അമേരിക്ക കണ്ടുപിടിച്ചു. അപ്പൊ അതിൽ പിന്നെ അമേരിക്കയിൽ നിന്നുള്ള സാധനങ്ങളും ഇന്ത്യയിൽ നിന്നുള്ള സാധനങ്ങളും അതെല്ലാം പല സ്ഥലത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി പോകുന്നു. നമ്മളുടെ ഭക്ഷണ സാധനങ്ങൾ ഒരുപാട് പോർച്ചുഗീസുകാർ കൊണ്ടുവരുന്നുണ്ട്, ഡച്ചുകാർ കൊണ്ടുവരുന്നുണ്ട് അല്ലെ. പോർച്ചുഗീസുകാർ എന്തൊക്കെ സാധനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് അറിയാം അല്ലെ. മുളക് കൊണ്ടുവന്നിട്ടുണ്ട്, പപ്പായ കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെന്താണ് പുകയില കൊണ്ടുവന്നിട്ടുണ്ട്, പിന്നെ ഒരു സാധനം ഉണ്ടല്ലോ എൻഡോസൾഫാനെ കടിക്കുന്നത്, കശുവണ്ടി, ഓക്കെ, അങ്ങനെ പല സാധനങ്ങളും കൊണ്ടുവരുന്നു. അപ്പൊ അങ്ങനെ മൊത്തത്തിൽ കൊളംബിയൻ ട്രേഡിന്റെ ഒരു ഭാഗമാവുന്നതും ഈ പോർച്ചുഗീസുകാർ കാരണമാണ്. ഓക്കെ, കൊളംബിയൻ ട്രേഡ് എന്നുള്ള പേരൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കാം. അൽബുക്കർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ വായിച്ചോ, അൽബുക്വെർക്കി എന്നൊക്കെ വായിച്ച് കേട്ടിട്ടുണ്ട് ഒരു സാറ്. അൽബുക്കർക്ക് എന്നാണ് ഞങ്ങൾ മലയാളം റാങ്ക് ഫയലിലൊക്കെ കണ്ടിട്ടുള്ളത്. സോ ഞാൻ അൽബുക്കർക്ക് എന്ന് പറയാനാണ് ഇഷ്ടപ്പെടുന്നത്. അൽബുക്കർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ വന്നവരിൽ വെച്ചിട്ട് ഏറ്റവും കിടുവായിട്ടുള്ള ഒരു സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു. ഞാൻ ആദ്യം പറഞ്ഞൊരു കാര്യം നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഇവർക്കൊരു ഡിപ്ലോമസി എന്ന് പറഞ്ഞ സാധനമില്ല. സോറി, അതായത് പോർച്ചുഗീസുകാർക്ക് ഒരു ഡിപ്ലോമസി ഇല്ല. ഒന്ന് പറഞ്ഞ രണ്ടാമത്തേന് വാളെടുത്ത് വെട്ടുന്ന പരിപാടിയാണ്. പക്ഷെ അൽബുക്കർക്ക് ഒരു നല്ല സ്റ്റേറ്റ്സ്മാൻ ആയിരുന്നു. ഓക്കെ, അദ്ദേഹം കുറച്ചും കൂടി ഡിപ്ലോമാറ്റിക് ആയിട്ട് ഇടപെടുകയും അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കീഴിൽ നല്ല രീതിയിൽ പോർച്ചുഗീസ് എംപയർ വളരുന്നുണ്ട്. അപ്പോൾ ഇദ്ദേഹം പെർമിറ്റ് സിസ്റ്റം ഫോർ ഷിപ്സ് കൊണ്ടുവന്നു, പിന്നെ അതുപോലെ തന്നെ ഷിപ്പ് ബിൽഡിംഗ് സെന്റേഴ്സുകൾ കൊണ്ടുവന്നു. പിന്നെ എന്താണ്, ദ സ്കാർസിറ്റി ഓഫ് ടിംബർ ഇൻ ഗൾഫ് ആൻഡ് റെഡ് സീ റീജിയൻ facilitated Portuguese objectives limited the local shipbuilding capabilities. അപ്പോൾ അൽബുക്കർക്ക് അതിനു വേണ്ടിയിട്ട് ടിംബർ ഒക്കെ ഇറക്കുമതി ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അൽബുക്കർക്കാണ് ബിജാപ്പൂർ സുൽത്താൻമാരിൽ നിന്നും ഗോവ പിടിച്ചെടുക്കുന്നത് കേട്ടോ. ബിജാപ്പൂർ സുൽത്താൻമാരിൽ നിന്നും ഗോവ പിടിച്ചെടുക്കുന്നത്. പിന്നെ എന്താണ്, അൽബുക്കർക്ക് സതി നിരോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ മതക്കാർക്കും സെയിം നിയമം കൊണ്ടുവരുന്നു. എന്താണ് അതിനെ പറയുക, യൂണിഫോം സിവിൽ കോഡ് എന്നാണ് പറയാ അല്ലെ. ഇന്ത്യയിൽ ആകെപ്പാടെ യൂണിഫോം സിവിൽ കോഡ് ഇപ്പോഴും നിലനിൽക്കുന്നത് എവിടെയാണ്, ഗോവയിൽ മാത്രമാണ്. ഓക്കെ, സതി നിരോധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു മിക്സഡ് കോളനി വ്യവസ്ഥ, അതായത് അൽബുക്കർക്ക് തങ്ങളുടെ പോർച്ചുഗീസുകാരോട് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ ലോക്കൽ ആയിട്ടുള്ള ആളുകളെ വൈഫ് ആയിട്ട് സ്വീകരിക്കുക. അപ്പൊ അവരിലുണ്ടാവുന്ന മക്കള് നമ്മളോട് ഈ പോർച്ചുഗീസുകാരോട് എന്താണ് ലോയൽ ആയിരിക്കും എന്നൊക്കെ അൽബുക്കർക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. പിന്നെന്താണ്, ഒരുപാട് ഇറിഗേഷൻ വർക്കുകളും റോഡുകളൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. ടൊബാക്കോ, കാഷ്യൂനട്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നു. കോക്കനട്ട് വെറൈറ്റീസ് കൊണ്ടുവരുന്നു. കൊയർ പ്രൊഡക്ഷൻ തുടങ്ങുന്നു. അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നീട് വരുന്നതാണ് ലുനോഡ കുൻഹ. ലുനോഡ കുൻഹ വരുന്നു. ലുനോഡ കുൻഹ വന്ന് പോർച്ചുഗീസ് ഹെഡ്ക്വാർട്ടേഴ്സ് കൊച്ചിൻ ടു ഗോവ മാറ്റുന്നുണ്ട്. ഇവിടെ ഒരു ഡൗട്ട് വരാൻ സാധ്യതയുണ്ട്, അൽബുക്കർക്ക് മാറ്റിയെന്നാണ് മലയാളം റാങ്ക് ഫയലുകളിൽ കണ്ടിട്ടുണ്ടാവുക. സോ നമുക്ക് PSCയുടെ ആൻസേഴ്സ് ആണ് മെയിൻലി നോക്കേണ്ടത്. ഓക്കെ, പിന്നെ ഇവര് പല ആളുകളെയും ബാപ്റ്റൈസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ബാപ്റ്റൈസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി എന്താണ്, ജ്ഞാനസ്നാനം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി അവരെ എന്ത് ചെയ്യാ, ക്രിസ്ത്യാനികളാക്കി മാറ്റുക എന്നുള്ളതാണ്. അപ്പൊ ആ സമയത്ത് തന്നെ ഇവർക്ക് ബഹദൂർ ഷാ ആയിട്ടൊക്കെ പ്രശ്നം വരുന്നുണ്ട്. അതായത് നമ്മുടെ ബഹദൂർ ഷാ വെച്ചാൽ 1857 ബഹദൂർ ഷാ അല്ല, ആ സമയത്ത് ഉണ്ടായിരുന്ന ബഹദൂർ ഷാ എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു മുഗൾ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പവറാണ്. ഓക്കെ, ഗുജറാത്തിലുള്ള ആളാണ്. ഒപ്പം ഈ ബഹദൂർ ഷായുടെ പ്രശ്നം വരുമ്പോൾ പിന്നീട് ഹുമയൂണൊക്കെ ഇടപെട്ട് പ്രശ്നം തീർത്ത് നിൽക്കേണ്ട. അത് അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമല്ല, വളരെ ചെറിയ കാര്യമാണ്. നിങ്ങൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു വെച്ചാൽ മാത്രം മതി. പിന്നെ ഈ ഡിയോ ഇവരെ ബഹദൂർ ഷായിൽ നിന്നും പിടിച്ചെടുക്കുന്നുണ്ട് പിന്നീട്. അപ്പം രാമനും ദിയോ ഒക്കെ ഇവരുടെ ടീമിൽ ഇവരുടെ സ്ഥലത്താവുന്നു. പിന്നെ ഒരു ഹൂഗ്ലിയിൽ ഒരു പ്രശ്നം നടക്കുന്നുണ്ട്. അപ്പോ
നുനോഡ കുൻഹ എന്ന് പറഞ്ഞിട്ടുള്ള പോർച്ചുഗീസ് വൈസ്രോയ് വരുമ്പോഴേക്കും ബംഗാളിലേക്ക് ഇവരുടെ പോർച്ചുഗീസ് നാഷണൽസിനെ കൊണ്ടുപോയി ഹൂഗ്ലി അവിടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ്, ഹൂഗ്ലി നിങ്ങൾക്ക് അറിയാലോ, ഹൂഗ്ലിയിൽ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, ഇത് നിങ്ങൾ വായിച്ചു നോക്കിയാൽ മതി. ഇൻ കേസ് നിങ്ങൾ ക്യൂരിയസ് ആണെങ്കിൽ നമ്മുടെ ഗസറ്റിയർ ഓഫ് ഇന്ത്യയിൽ നിന്നുള്ള ഒരു പാർട്ട് നമ്മുടെ സ്പെക്ട്രത്തിലുള്ളതുകൊണ്ട് എടുത്തു വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അതായത് എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അൽബുക്കർക്കിന്റെ പോളിസി കുറച്ചൊക്കെ മുസ്ലിമുകളെ മോശമായിട്ട് അഫക്ട് ചെയ്തിട്ടുണ്ട്. ബിറ്റർ പെർസിക്യൂഷൻ ഓഫ് മുസ്ലിംസ് വാസ് one serious drawback of Albuquerque's policy. This could have been due to resort to further interest of the countrymen to complete extension of Muslim commercial interest in East. During the rule, Albuquerque did his best to strengthen fortifications of Goa and enhance its commercial importance. In order to secure a permanent Portuguese population in India, he encouraged his men to take Indian wives. ഒരിക്കലും നിങ്ങൾക്ക് ആംഗ്ലോ ഇന്ത്യൻ പോപ്പുലേഷൻസിൽ ഒരു 5% കൂടുതൽ പോലും ബ്രിട്ടീഷ് മെന്നിൽ നിന്നുണ്ടായിട്ടുള്ള കുട്ടികളെ കാണാനായിട്ട് സാധിക്കില്ല. ബിക്കോസ് അവർക്ക് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യക്കാരെ മഹാപുച്ഛമായിരുന്നു, മഹാ റേഷ്യൽ ഡിസ്ക്രിമിനേഷൻ ആയിരുന്നു. ഇപ്പം ഇന്ത്യക്കാരെ ഒരു തരത്തിലും സർവീസിൽ കയറ്റാനൊന്നും കോൺവാലിസ് ഒന്നും ഒരിക്കലും സമ്മതിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ ഒരുപാട് എന്താ പറയാ, കോൺവാലിസ് കോഡ് കൊണ്ടുവന്നു, പോലീസ് ഇത് കൊണ്ടുവന്നു, ന്യായ സംഹിത കൊണ്ടുവന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഹിസ്റ്ററിയിൽ പുകഴ്ത്തുമെങ്കിലും ഭയങ്കര റേസിസ്റ്റ് ആയിരുന്നു കോൺവാലിസ്. അതേപോലെ തന്നെയായിരുന്നു ഒരുമാതിരി എല്ലാ ബ്രിട്ടീഷുകാരും. വളരെ കുറവ് ആൾക്കാർക്ക് ഇന്ത്യക്കാരോട് ഒരു ബഹുമാനമൊക്കെ ഉണ്ടായിട്ടുള്ളൂ, ലോർഡ് റിപ്പണയൊക്കെ പോലെ അല്ലെങ്കിൽ വില്യം ബെന്റിക്കിനെയൊക്കെ പോലെ. ഓക്കെ, ഭയങ്കര റേഷ്യൽ ഇതായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉദ്യോഗസ്ഥർ ഒരിക്കലും ഇന്ത്യൻ വൈഫ്സിനെ ഒന്നും എടുത്തിട്ട് ഇല്ല. ഓക്കെ, പിന്നെ ഇവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള കണ്ടീഷൻ എന്തൊക്കെയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ എന്താണ് ബാമിനി കിങ്ഡം കൊച്ചു കൊച്ചു കിങ്ഡംസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. ഓക്കെ, പിന്നെ അതുപോലെ അവർക്ക് ബിജാപ്പൂരിനെ എന്താണ് തോൽപ്പിക്കാനൊക്കെ ആയിട്ട് പറ്റി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇവരുടെ വലിയ അലയൻസ് ആയിരുന്നു വിജയനഗര സാമ്രാജ്യം. ഓക്കെ, പിന്നെ അതുപോലെ ചൈനീസ് ഇമ്പീരിയൽ പോളിസീസ് ലിമിറ്റഡ് ദ നാവിഗേഷൻ റേഞ്ച് ഓഫ് ചൈനീസ് ഷിപ്പ്. അപ്പൊ ചൈനയുടെ ഇമ്പീരിയൽ പോളിസീസ് കാരണം ചൈനീസ് ഷിപ്പിന്റെ നാവിഗേഷൻ റേഞ്ച് ഒക്കെ കുറവായിരുന്നു ഫാർ പിന്നെന്താണ്, അറബ് മർച്ചന്റ്സിന് ഈ പോർച്ചുഗീസുകാരുടെ യൂണിറ്റിയോട് പിടിച്ചു നിൽക്കാനൊന്നും സാധിച്ചിരുന്നില്ല. ഓക്കെ, അങ്ങനെ പോർച്ചുഗീസ് സ്റ്റേറ്റ് ഇവര് സ്ഥാപിക്കുന്നു. എന്നിരുന്നാൽ പോലും ഏറ്റവും ശക്തനായിട്ടുള്ള അൽബുക്കർക്ക് പോയതിൽ പിന്നീടുള്ള ആൾക്കാരൊക്കെ അത്യാവശ്യം വീക്ക് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു. കുറച്ചു കാലം കഴിയുമ്പോഴേക്കും, മാനുവൽ രാജാവിന്റെ കാലമൊക്കെ കഴിയുമ്പോഴേക്കും എങ്ങനെയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇന്ത്യയിലേക്കുള്ള ഉദ്യോഗസ്ഥരെ ലേലം വിളിച്ചാണ് തെരഞ്ഞെടുത്തിരുന്നത്. അതായത് നിങ്ങൾക്ക് ഇന്ത്യയിലേക്ക് ഇന്ന ഉദ്യോഗസ്ഥനായിട്ട് പോവാം, എത്ര ലേലം, ആ ഗതി വരെ ആയിട്ടുണ്ട്. ഭയങ്കര കറപ്റ്റഡ് ആയിരുന്നു. എന്നിരുന്നാൽ പോലും അവരിവിടെ വിട്ടുപോയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചുകൂടി ഒക്കെ കഴിയുമ്പോഴേക്കും ശരിക്കും മാതൃരാജ്യവുമായിട്ടുള്ള ബന്ധം ഇന്ത്യയിലുള്ള പോർച്ചുഗീസുകാർക്ക് ഇല്ലാതാവുന്നുണ്ട്. ഇവര് ഗോവയിൽ മാത്രമായിട്ട് ഒതുങ്ങുന്നു, ബ്രിട്ടീഷുകാരുടെ പ്രശ്നത്തിന് പോകുന്നില്ല, അങ്ങനെ ഒരു രീതിയായി. അപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഗോവയിൽ നിന്ന് പോർച്ചുഗീസുകാരെ തുരത്തി എന്ന് പറയുന്നത് ശരി തന്നെയാണ്. ഒരിക്കലും അതില് പോർച്ചുഗൽ എന്ന് പറഞ്ഞ രാജ്യത്തിന് തോൽപ്പിക്കുക അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം ഇവർക്ക് മാതൃരാജ്യമായിട്ടുള്ള ഒരു ബന്ധം പോലും ഇല്ലാതായിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഡച്ചുകാരുടെ വരവ് എന്ന് പറയുന്നത് പോർച്ചുഗീസുകാരെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്ത കാര്യമാണ്. ഓക്കെ, പിന്നെ ഇവർക്ക് പോർച്ചുഗീസ് അഡ്മിനിസ്ട്രേഷനിൽ നമുക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയെല്ലാം നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വായിച്ചു നോക്കുക. കാരണം ഞാൻ സ്പെക്ട്രത്തിലുള്ള മുഴുവൻ പോയിന്റ്സും ബുള്ളറ്റ് പോയിന്റ്സ് ആയിട്ട് നിങ്ങൾക്ക് തരാന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, റിലീജിയസ് പോളിസീസിനെ പറ്റിയിട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അതായത് ഇവരുടെ മെയിൻ പോളിസി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനിറ്റീനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഈ മുഗൾ രാജാക്കന്മാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. അവരിങ്ങനെ സദസ്സ് വിളിച്ചു കൂട്ടി ഫിലോസഫി ഒക്കെ ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ അക്ബറിന്റെ കാലത്ത് അക്ബർ 2 തവണ ഇവർ വിളിക്കുന്നുണ്ട്. ഇവരിവിടെ ജസ്യൂട്ട് പാതിരിമാർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ജസ്യൂട്ട് മിഷനൊക്കെ കൊണ്ടുവരുന്നത് ഇവരാണ് കേട്ടോ. ഡൽഹിയിലൊക്കെ പോയി കുറെ പേരെ ജ്ഞാനപ്പാനല്ലല്ലോ, സോറി,
ബാപ്റ്റൈസ് ചെയ്യുന്നൊക്കെ ഉണ്ട്. ഓക്കെ. അപ്പൊ നല്ല നോളജ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പാതിരിമാര് അക്ബറിനെ പോയി കാണുന്നു. അദ്ദേഹവുമായിട്ട് തിയോളജിയിൽ ചർച്ച നടത്തുന്നു. പക്ഷെ അക്ബറിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇവര് പിന്നെ 2 തവണ അക്ബറുമായിട്ട് സംസാരിക്കുന്നുണ്ട്, 1 തവണ ജഹാംഗീറുമായിട്ടും സംസാരിക്കുന്നുണ്ട്. കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അതൊന്നും സക്സസ്ഫുൾ ആയിട്ട് വരുന്നില്ല. പക്ഷെ കുറച്ച് ആൾക്കാരൊക്കെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഇവർക്ക് സാധിക്കുന്നുണ്ട്. മാത്രമല്ല ബംഗാളിൽ ഇവർക്ക് ഉണ്ടായിരുന്ന ഏരിയക്ക് സമീപമുള്ള കുറച്ച് ആൾക്കാരെ കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പിന്നെ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവരിങ്ങനെ മുഗളുമായിട്ട് നല്ലൊരു ബന്ധം പുലർത്തിയിരുന്ന കാലത്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വില്യം ഹോക്കിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഇംഗ്ലീഷുകാരൻ വരുന്നത്. ഇദ്ദേഹം ഈ വില്യം ഹോക്കിൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവട താല്പര്യങ്ങൾ കൊണ്ടാണ് വരുന്നത്. ഓക്കെ. ജെയിംസ് വണ്ണിന്റെ ലെറ്ററും കൊണ്ടൊക്കെയാണ്, ഇന്ത്യയിലെ ട്രേഡ് നടത്താനുള്ള ലെറ്ററും കൊണ്ടൊക്കെയാണ് വരുന്നത്. പല കാരണങ്ങൾ കൊണ്ടും ജഹാംഗീറിന് ഇദ്ദേഹത്തിനെ ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇദ്ദേഹത്തിന്റെ വരവിനെ മാക്സിമം പോർച്ചുഗീസുകാർ പാര വെക്കാൻ നോക്കിയിട്ടുണ്ട്. ജഹാംഗീറിന് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻസബ്ദാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ട്രേഡ് നടത്താനുള്ള അധികാരം വില്യം ഹോക്കിങ്ങിന് കൊടുക്കുന്നുണ്ട്. അതാണ് ബ്രിട്ടീഷുകാരുടെ ഫസ്റ്റ് സംഭവം ട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാല് വില്യം ഹോക്കിങ്ങിന് കൊടുക്കുന്ന മാൻസബ്ദാർ അനുസരിച്ച് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ ഭരിക്കാം. ഓക്കെ. അപ്പൊ മുഗൾ ചക്രവർത്തി ആയിട്ടുള്ള ജഹാംഗീറിൽ നിന്നാണ് മാൻസബ്ദാർ ബ്രിട്ടീഷുകാർ നേടുന്നത് എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പൊ അതുപോലെ തന്നെ ഒരു അർമേനിയൻ ക്രിസ്ത്യൻ ആയിട്ടുള്ള ഒരു സ്ത്രീയെ വിവാഹം കഴിച്ച് അവർക്ക് മുബാറക് ഷാ എന്ന് പറഞ്ഞിട്ട് പേരൊക്കെ ഇടുന്നുണ്ട്. സോ അതൊക്കെ ഈ ഇവരുടെ ബന്ധത്തിനെ ഊട്ടിയുറപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. ഓക്കെ. അങ്ങനെ ഈ പോർച്ചുഗീസുകാർക്ക് കൊടുത്തതിൽ കൂടുതൽ എന്താ പറയാ സൗജന്യങ്ങൾ ബ്രിട്ടീഷുകാർക്ക് കൊടുക്കാനായിട്ട് തുടങ്ങുന്നു. അത് മാത്രമല്ല ഒരു ഭാഗത്ത് കേരളത്തിലേക്ക് ഡച്ചുകാർ ഇരച്ചു കയറുന്നുണ്ട്. ഇവരെ പല സ്ഥലത്തായിട്ട് തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സാമൂതിരിയുടെ സേന ഇവരെ തോൽപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് കുന്നാലി മരക്കാറും ടീംസും ഒക്കെ അതൊക്കെ ഒരു വശത്ത് കടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ മൊത്തത്തില് പോർച്ചുഗീസുകാര് അക്കിന് പറ്റിയ പോലെ ആവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ പല സ്ഥലത്തുനിന്നും പിൻവലിഞ്ഞ് പോർച്ചുഗീസുകാര് പോവാണ്. ഇനി പോർച്ചുഗീസുകാരുടെ ഡിക്ലൈനിന് കാരണമായത് എന്തൊക്കെയാണ്? 2 തരത്തിൽ പറയാം, എക്സ്റ്റേണലും ഇന്റേണലും. എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എമർജൻസ് ഓഫ് പവർഫുൾ ഡൈനാസ്റ്റീസ്, അതായത് ഈജിപ്ത്, പേർഷ്യ, നോർത്ത് ഇന്ത്യ അവിടെ നിന്നൊക്കെയുള്ള പോർച്ചുഗീസുകാർ നേരിട്ട പ്രശ്നങ്ങൾ. പിന്നെ ഈ മുഗൾ എംപയർ തകർന്നു പോകുന്നതിനനുസരിച്ചിട്ട് മറാത്താസ് കയറി വരുന്നുണ്ട് അല്ലെ. മറാത്താസ് കയറി വരുന്നു. അപ്പൊ തൊട്ട് നൈബേഴ്സ് ആണ് അല്ലെ, ഗോവയുടെ അടുത്തേക്കാൾ തൊട്ട് നൈബേഴ്സ് ആണ് മറാത്താസ്. അപ്പൊ മറാത്താസിന്റെ വളർച്ച എന്ന് പറയുന്നത് ഇവരെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് യൂറോപ്യൻ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ ഡച്ചും ഇംഗ്ലീഷുകാരൊക്കെ വരുന്നു. അവര് സീ റൂട്ടിലുള്ള മോണോപ്പൊളി ആദ്യം തന്നെ തകർത്ത് കളയുന്നുണ്ട്. അൽമേഡയും അൽബുക്കർക്കും ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു ഇതൊക്കെ ആദ്യം തന്നെ തകർത്ത് കളയുന്നുണ്ട്. പിന്നെ സ്പെയിൻ ആൻഡ് പോർച്ചുഗലിന്റെ യൂണിയൻ ഡ്രാഗ്ഡ് പോർച്ചുഗൽ into Spain's wars with England and Holland, weakening its trade monopoly. അപ്പൊ സ്പെയിന്റെ ഒപ്പം ചേർന്നിട്ട് സ്പാനിഷ് വാർസ്, സ്പെയിനും ഇംഗ്ലണ്ടും തമ്മിലുള്ള പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ട് അവരുടെ അവരുടെ സ്വന്തം റിസോഴ്സസ് ഒക്കെ നശിക്കുന്നുണ്ട്. പിന്നെ ഇത് ഡിസ്കവറി ഓഫ് ബ്രസീൽ. കബ്രാള് ഇന്ത്യയിലേക്ക് വരാൻ നേരത്ത് അറിയാണ്ട് പോയിട്ട് ബ്രസീൽ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ബ്രസീലില് നമുക്ക് കുറച്ചും കൂടി നല്ലതാണ്. കാരണം വെച്ചാല് ഇന്ത്യയിലുള്ള സ്പൈസസിനേക്കാളും നല്ലതാണ് ബ്രസീലിലുള്ള സ്വർണം. ആരായാലും സ്പൈസസിനേക്കാളും നല്ലത് സ്വർണം എന്നേ വിചാരിക്കത്തുള്ളൂ. അപ്പൊ ബ്രസീലിൽ സ്വർണം ഉള്ളതുകൊണ്ട് കുറെ ഫോക്കസ് ഒക്കെ ബ്രസീലിലോട്ട് ഷിഫ്റ്റ് ആവുന്നുണ്ട്. ഓക്കെ. ഇന്റേണൽ ഫാക്ടേഴ്സ് എന്തൊക്കെയാണ്? ഇവരുടെ വൃത്തികെട്ട റിലീജിയസ് പോളിസി. ഇവര് ഭയങ്കരമായിട്ട് ക്രിസ്ത്യാനിറ്റി വർദ്ധിപ്പിക്കാൻ നോക്കിയത് ഹിന്ദുസിനെ എലിയേറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഭയങ്കരമായിട്ടുള്ള ആന്റി മുസ്ലിം പോളിസീസ് ഒക്കെ സാധാരണ റൂളേഴ്സിനെയൊക്കെ പിസ്ഡ് ഓഫ് ആക്കുന്നുണ്ട്. പിന്നെ ഭയങ്കര കറപ്റ്റഡ് ആയിട്ട് മാറുന്നുണ്ട്. അൽബുക്കർക്കിനൊക്കെ ശേഷം ഭയങ്കര കറപ്റ്റഡ് ആയിട്ടുള്ള ഡിസോണസ്റ്റ് ആയിട്ടുള്ള ട്രേഡ് പ്രാക്ടീസസ് വരികയാണ് കേട്ടോ. പിന്നെ അവരുടെ സീ റൂട്ടിലുള്ള അഡ്വാൻറ്റേജ് ഒക്കെ പിന്നീട് നഷ്ടപ്പെടുന്നു. അങ്ങനെ അവസാനത്തെ ഫൈനൽ ഡിക്ലൈൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഡച്ചിന്റെ റൈസോട് കൂടിയിട്ട് ഇവരുടെ ഡിക്ലൈൻ ഗോവയിൽ മാത്രമായിട്ട് അങ്ങ് ചുരുങ്ങുന്നുണ്ട്.
പിന്നെന്താണ്, കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ ഓപ്പറേഷൻ വിജയ് വഴി ഇവരെ ഓടിക്കുന്നുണ്ട്. അപ്പൊ ഇവരുടെ എന്തൊക്കെയാണ് സംഭാവനകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ഷിപ്പ് മേക്കിങ്ങില് നല്ലൊരു സംഭാവന നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നേവൽ പവേഴ്സ് ഉണ്ടല്ലോ, ചോളാസിനൊക്കെ നല്ല നേവൽ പവേഴ്സ് ആയിരുന്നു. നിങ്ങൾ PS1 ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം, സ്ഥിരമായിട്ട് ലങ്കയിലേക്കൊക്കെ കപ്പൽ വഴി ചോള രാജാക്കന്മാർ കയറി പോകുന്നതൊക്കെ കേട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോ ഓൾറെഡി ഷിപ്പ് മേക്കിങ്ങിൽ ഒരു ചെറിയ ഇത് നമുക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഷിപ്പ് മേക്കിങ്ങിൽ പോർച്ചുഗീസുകാരുടെ സംഭാവനയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പിന്നെ പലതരത്തിലുള്ള മിലിറ്ററി ഇന്നോവേഷൻസും വന്നിട്ടുണ്ട്. ഓക്കെ, അതായത് മാച്ച് ലോക്ക് ഫയർ ആംസ്, ബോഡി ആർമർ, ഫീൽഡ് ആർട്ടിലറി, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ അതുപോലെ തന്നെ സീ റൂട്ടിൽ എങ്ങനെയൊക്കെ ഈ എന്താണ് മൾട്ടി ഡക്ട് ഷിപ്സ്, ഒന്നിൽ കൂടുതൽ നിലയുള്ള ഷിപ്പുകളും കാര്യങ്ങളും എല്ലാം. അതുപോലെ കുറേ തരത്തിലുള്ള ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്, ഇപ്പം അതുപോലെ സിൽവർ സ്മിത്തിങ്, ഗോൾഡ് സ്മിത്തിങ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ പലതരത്തിലും വന്നിട്ടുണ്ട്. ആർക്കിടെക്ചറിലൊരു പോർച്ചുഗീസ് ചർച്ചുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ആർക്കിടെക്ചർ ഒക്കെ നമുക്ക് കിട്ടുന്നത് അവരുടെ കയ്യിൽ നിന്നാണ്. ഭയങ്കര റിച്ച് ആയിട്ടുള്ള വുഡൻ വർക്കും സ്കൾപ്ചറും പെയിന്റഡ് സീലിങ്സും. മുകളിൽ നമുക്ക് മുമ്പ് ഈ സീലിംഗ് പെയിന്റ് എടുക്കേണ്ട കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല, അതെല്ലാം പോർച്ചുഗീസുകാരുടെ കയ്യിൽ നിന്നാണ് കിട്ടിയത്. പിന്നെ മ്യൂസിക് ആൻഡ് എഡ്യൂക്കേഷൻ, പിന്നെ പലതരത്തിലുള്ള ഫ്രൂട്ട്സ് അല്ലേ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവരുടെ ഏറ്റവും ബാഡ് ആയിട്ടുള്ള സംഭവം എന്താണ്, ഇൻടോളറൻസ് ആൻഡ് ഇൻക്വിസിഷൻ ആയിരുന്നു. ഓക്കെ, അപ്പോ ഇത്രയൊക്കെയാണ് പോർച്ചുഗീസിനെ പറ്റി നോക്കാനുള്ളത്. കുറച്ച് സ്പീഡിലൊക്കെ അവസാനമായപ്പോഴേക്കും പോയിട്ടുണ്ട്. നിങ്ങൾ PDF ഒന്നും കൂടി വായിച്ചു നോക്കുക, ബിക്കോസ് അത്ര അധികം നിങ്ങൾക്ക് ആവശ്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ സ്പെക്ട്രത്തിൽ ഒരു പോയിന്റ് പോലും കളയാതെ മുഴുവനായിട്ടും PDF ആക്കിയിരിക്കുകയാണ്. അപ്പൊ നിങ്ങൾ വായിക്കുക, പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. അടുത്തതായിട്ട് നമുക്ക് ഡച്ചും ബ്രിട്ടീഷും ഫ്രഞ്ചും ഒക്കെ നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ ശരി, താങ്ക്സ്.